ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പരിഭവം മാറ്റുവാൻ കഴിയുമോ? രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ തന്റെ കൂടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നടക്കുന്ന കാര്യമാണോ ഇത്? കൂടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം, അത് ഒന്നോ രണ്ടോ മന്ത്രിസ്ഥാനം കിട്ടിയേക്കാം. വളരെ കുറച്ച് ആളുകളെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉള്ളൂ എന്നുള്ളത് മറക്കാനും പാടില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി ആയിക്കൊണ്ട് ഒരു സെറ്റിൽമെന്റിന് വി.ഡി. സതീശൻ തയ്യാറാകുമോ? മഞ്ജുഷ, 2021 തെരഞ്ഞെടുപ്പ് പരാജയം ഐക്യജനാധിപത്യ സഹജമായ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാൽ സമ്പന്നമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് പ്രതിപക്ഷ നേതാവായി അവരോധിക്കപ്പെടുന്നത്. സ്വാഭാവികമായും അവിടെ നിന്ന് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, കേരള രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത്, കേരള രാഷ്ട്രീയത്തെ നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലേക്ക് പുതിയ നവോത്ഥാന ചരിത്രം രചിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഒരൊറ്റ മത നേതാക്കന്മാരെയും തന്റെ കൈപ്പാടകലെ നിർത്തിക്കൊണ്ട് അവരുടെ 3 വോട്ടുകൾ പോലും വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഇപ്പോ അത് ശ്രീ വി.ഡി. സതീശനാണ്. ഇതിനു മുമ്പ് EMS 1957 സർവ്വമത സംഘടനകളെയും എതിർത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടേയിരുന്നത്. അതുപോലെ ഇപ്പോ ശ്രീ വി.ഡി. സതീശൻ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് വരുന്നു. അത് രാഷ്ട്രീയ നവോത്ഥാനം കൂടിയാണ്. കടന്നുപോയല്ലേ അസ്കറെ? എന്താ ജയരാജന് മനസ്സിലാവുന്നില്ലേ? ഇത് ചരിത്രം ജയരാജനെ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു മാറ്റമാണ് ശ്രീ വി.ഡി. സതീശൻ ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമിയും സകലവിധ ഫണ്ടമെന്റലിസ്റ്റുകളായിട്ട് ഒത്തുചേർന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി എന്റെ ജയരാജ ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കാൻ ജയരാജ ജമാഅത്തെ ഇസ്ലാമി എനിക്കറിയാവുന്ന പേരുച്ചരിക്കാൻ പോലും താങ്കൾക്ക് യോഗ്യതയില്ലെന്നേ ഒരു പാനൽ. ജമാഅത്തെ ഇസ്ലാമി അങ്ങനല്ല. ജമാഅത്തെ ഇസ്ലാമിയെ എനിക്കറിയാവുന്ന അത്രത്തോളം ഒന്നും ജയരാജൻ അറിയില്ലല്ലോ. അതുകൊണ്ട് അത് വിട്. ജമാഅത്തെ ഇസ്ലാമി എന്നുവരെ ഇപ്പൊ നിങ്ങൾക്ക് ശത്രുവായത് ആയിരുന്നോ? ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ ആയിരുന്നോ? താങ്കൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ ആയിരുന്നോ? ജയരാജ എന്നെ കൊണ്ട് വായിരിക്കുന്ന കേൾപ്പിക്കല്ലേ? ജയരാജ എന്റെ വായിരിക്കുന്ന പറയിക്കല്ലേ? ഇനി എന്റെ വായിരിക്കുന്ന പറയിക്കാൻ ഇടവരുത്തല്ലേ? ഞാൻ ആരാണെന്നുള്ളത് ജയരാജിന് നല്ല വൃത്തിയായിട്ട് അറിയാം. പറഞ്ഞോളൂ. ഞാൻ മറുകണ്ഠം ചാടിയല്ല, വസ്ത്രമാതിരി എടുക്കുന്ന ആളല്ല. ഒരു ഐഡിയോളജി ഉറച്ചു നിന്നിട്ടുള്ള ആളാണ്. അവസാനം വരെ ഉറച്ചു നിന്നിട്ടുള്ള ആളാണ് ഞാൻ. തരത്തിന് മറുകണ്ഠം ചാടുന്ന ആളല്ല. ജയരാജ എന്നെ കൊണ്ട് പറയിക്കല്ലേ ദയവ് ചെയ്ത്. വ്യക്തിപരമായി ചർച്ചയെ കൊണ്ടുപോയി അവഹേളിക്കുന്നതിന് വേണ്ടി പറഞ്ഞാൽ എന്റെ നാവ് വേറെ, ഞാൻ കടമെടുത്തിട്ട് വന്ന ആളല്ല. എനിക്ക് ജയരാജിന്റെ ഏറ്റവും ഇഷ്ട കാര്യം അറിയാം. ഞാൻ വിളിച്ചു പറയും. അവസാനം നാറും. അങ്ങനെ അങ്ങ് ഭയപ്പെടുത്തല്ലേ ഹസ്കറെ? അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്ന രീതിയിലേക്ക് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുകയാണ്. താങ്കൾക്ക് മനസ്സിലായല്ലോ? ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് ഇടതുപക്ഷ ഹാൻഡിലുകൾ പുറപ്പെടുവിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ലീഗിന്റെ മുഖ്യമന്ത്രിയാണ്, അതല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്നൊരു വ്യാഖ്യാനം സൃഷ്ടിക്കുകയാണ്. ഇത് ഇവർ അറിയാതെ ചെയ്തു പോകുന്നത് ഇവരുടെ നാവ് വാടകയ്ക്കെടുക്കപ്പെട്ട നാവുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് സംഭവിക്കുന്നത് കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ്. CPM കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാരണം ഈ അപരവൽക്കരണമായിരുന്നു എന്നുള്ളത് CPM ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്ന്, എന്തുകൊണ്ട് CPM ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഈ ഭൂരിപക്ഷ വർഗീയതയെ ചേർത്ത് പിടിക്കാൻ. അതുകൊണ്ട് ഒരൊറ്റ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. കേരളത്തിലെ 3 BJP മണ്ഡലങ്ങൾ ജയിച്ചു കയറിയ കേരളത്തിലെ 3 BJP മണ്ഡലങ്ങൾ ഇന്നലകളിൽ അത് ഇടതുപക്ഷ മണ്ഡലങ്ങളായിരുന്നു. സംശയമുണ്ടോ? അപ്പൊ അവിടെ എന്തുകൊണ്ട് BJPയിലേക്ക് ആ വോട്ട് പോയി? ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ CPM നടത്തിയ ശ്രമം, ആ ശ്രമത്തിന്റെ രാഷ്ട്രീയ അപക്വതയാണ് സംഭവിച്ചത്. ഇപ്പൊ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കേരളത്തിലെ പ്രതിപക്ഷമായി BJPയെ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച് ആരുടെയോ അച്ചാരം വാങ്ങിയാണ് ഇത്തരം ബുദ്ധിജീവികൾ എന്ന് സ്വയം നടിക്കുന്ന ആളുകളും ഇങ്ങനെ ഈ ശ്രീ വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് ലീഗിന്റെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടേതുമാണ് എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ കോൺഗ്രസിന്റെ ഈ എതിർ 2 പക്ഷങ്ങളുണ്ടല്ലോ, അവരും പ്രചരിപ്പിക്കുന്നുണ്ട് കേട്ടോ.
അവരുമായിട്ട് സംസാരിച്ചാൽ അവരും ഇത് തന്നെ പറയുന്നുണ്ട്. അവസാന നിമിഷത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത് ഇക്കാരണം കൊണ്ടാണെന്ന് ആദ്യം പ്രചരിപ്പിച്ചു തുടങ്ങിയത് ആരാണെന്ന് അറിയാമോ? KC പക്ഷ നേതാക്കളാണ് കൂടുതലും. രമേശിന് പിന്നെ അത്രയും നേതാക്കളോ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അത്ര പിന്തുണയോ ഇല്ല. അതുകൊണ്ട് രമേശിനെ വേണമെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്താം, അടക്കം പറച്ചിലുകളേ ഉള്ളൂ. പക്ഷേ KC പക്ഷത്തു നിന്നാണ് ആ വിമർശനം ആദ്യമായിട്ടുണ്ടായത്. അവരാണ് അസ്വസ്ഥരായത് ആദ്യം, പിന്നീടാണ് ഇടതുപക്ഷക്കാർ അത് ഏറ്റുപിടിച്ചത്. അതല്ല മഞ്ജുഷി, ഇതില് KC പക്ഷമെന്നോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പക്ഷമെന്നോ എന്നുള്ളതിനേക്കാളൊക്കെ അപകടകരമായ നീക്കം നടത്തുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ സോകോൾഡ് ബുദ്ധിജീവികളാണ്. ഇതാണ് അപകടകരമായ ഒരു. അങ്ങനെയാണെങ്കിൽ അവർക്ക് വളം നൽകുകയല്ലേ ഈ മുതിർന്ന നേതാവായ? ഏറ്റവും പക്വതയോടെ പ്രതികരിക്കേണ്ട നേതാവ് ആരായിരുന്നു? രമേശ് ചെന്നിത്തലയായിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എല്ലാ തവണത്തെയും പോലെ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. വിഷമമുണ്ടായിരിക്കും അദ്ദേഹത്തിന്, പക്ഷേ അത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇല്ലയോ ഈ ചരിത്ര വിജയം UDF നേടി നിൽക്കുന്ന ഈ സമയത്ത്? അല്ല മഞ്ജുഷ്, രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരങ്ങളുടെ കലയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ KC പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ, KC പോലും ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു മത്സര സാധ്യതകളിലേക്ക് അദ്ദേഹം വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അങ്ങനെ ഒരു കലാരൂപം ആടേണ്ട സമയമായിരുന്നോ ഇത് ശ്രീ ഹസ്കർ? 10 വർഷം അധികാരത്തിന് പുറത്താണ്. പിണറായി ഭരണം ജനങ്ങൾക്ക് മടുത്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് UDFനെ അധികാരത്തിൽ എത്തിച്ചത്, അല്ലാതെ UDFന്റെ നേട്ടമായിട്ട് അതിനെ കാണേണ്ടതേ ഇല്ല. ആ സമയത്ത് ഈ കലാരൂപം ആടേണ്ട ആവശ്യം എന്തായിരുന്നു? അവസരങ്ങളുടെ കലാരൂപം അത് അഭംഗി ഉളവാക്കിയിരുന്നു. ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന്റെ കാലതാമസം അഭംഗി ഉണ്ടാക്കി എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ആ അഭംഗി ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളുടെ പവിത്രതയും അതിന്റെ ശോഭയും കൊണ്ട് ഇന്നലെ വരെ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും. നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നതിനപ്പുറം ശ്രീ രമേശ് ചെന്നിത്തലയെ പോലുള്ള അദ്ദേഹം ഒരു സോഫ്റ്റ് ഹാർട്ടഡ് മനുഷ്യനാണ്. സ്വാഭാവികമായും വിഷമം വന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പരിഭവങ്ങൾ ഉണ്ടാവും, പരിഭവങ്ങൾ പറയും. പക്ഷെ അത് ഒക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം ഈ മന്ത്രിസഭയുടെ ഭാഗമായി മികച്ച ഒരു പദവി എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ ഗവൺമെന്റ് ഭാഗമാകും. അങ്ങനെ ഭാഗമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രമേശ് ചെന്നിത്തല അങ്ങനെ, താങ്കൾ നേരത്തെയും അത് സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം വഴങ്ങാറുള്ള ഒരു നേതാവാണ്. പക്ഷെ ഇത്തവണ ഈ ആഭ്യന്തര മന്ത്രി പദവി എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു സമ്മർദ്ദം എന്ന രീതിയിലായിരിക്കുമോ, അതോ അതിനും അദ്ദേഹം വഴങ്ങുമോ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്? മഞ്ജുഷ, നമ്മള് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതം നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ കാലത്തും പരിഭവങ്ങളില്ലാതെ വഴങ്ങിയ ഒരു നേതാവാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നു അത് വളരെ കൃത്യമായിട്ട് അംഗീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോയൊരു നേതാവ്. പ്രതിപക്ഷ നേതൃസ്ഥാനം തുടരണ്ട എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞപ്പോൾ അദ്ദേഹം തുടർന്നില്ല. AICC പ്രവർത്തക സമിതിയിലേക്ക് തന്നെക്കാൾ വളരെ ജൂനിയറായ ശശി തരൂരിന് സ്ഥാനക്കയറ്റം കൊടുക്കുകയും ശ്രീ രമേശ് ചെന്നിത്തലയെ ഓപ്ഷണൽ അംഗമായിട്ട് നിലനിർത്തുകയും ചെയ്തൊരു കാലത്ത് അദ്ദേഹം അതിനും വഴങ്ങി. അപ്പം ഈ ഒരു വഴക്കം എന്ന് പറയുന്നത് ഒരു ബലഹീനതയായിട്ട് കണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ് എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.